ഹലോ, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ഇഫ്താർ പാർട്ടിക്ക് പോയപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ദുബായിലുള്ള കോട്ടയാട് ബൈ മാരിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. നോമ്പുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കുറേ ഹോട്ടൽസൊക്കെ ഇഫ്താർ ബഫേ വെക്കാറുണ്ട്. അതിൽ തന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരാൾക്ക് 179 ദിറംസ് വെച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും കൂടെയുള്ള ബുക്കിംഗ് ഫ്രീ ആയിട്ട് കിട്ടും. ബൈ 1 ഗെറ്റ് 1 പോലെ. അപ്പോൾ നമുക്ക് 3 പേരുള്ളതുകൊണ്ട് അതത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൊമാറ്റോ വഴി ബുക്ക് ചെയ്യുമ്പോൾ, സൊമാറ്റോ ഗോൾഡ് ഉള്ളവർക്ക് അതിൽ ബുക്ക് ചെയ്യുമ്പോൾ 60% ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 പേർക്കും കൂടെ 500 സംതിങ് ദിറംസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു ഓഫർ എടുക്കുമ്പോൾ നമുക്ക് 200 ദിറംസ് സംതിങ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഓഫറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നോമ്പ് തുറക്കുള്ള ആ ഒരു സമയത്താണ് എത്തിയത്. അപ്പോഴത്തേക്കും അവിടെ ബുഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അൺലിമിറ്റഡ് ബുഫേ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം. അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിന് മുന്നേ നമുക്ക് എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കാം. ഇതാ ഈ ഒരു ഓഫറാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ സൊമാറ്റോ വഴിയുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിതാ ബുക്കിംഗ് ഒക്കെ അവിടെ കൺഫേം ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നോക്കിയിട്ട് പോകാമെന്ന് കേട്ടോ. ഞാൻ 3 പേരെന്ന് ഉദ്ദേശിച്ചത് ഞാനും ഹസ്ബൻഡും ബ്രദറും ആണ് കേട്ടോ. ഏതെങ്കിലും ബുക്കിംഗ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവന് ഫ്രീ ആണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ബ്രെഡ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. റോട്ടി, ചപ്പാത്തി, പറാത്ത, പിന്നെ ബ്രെഡ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ റൈസ് ഐറ്റംസ്, ബേക്ക്ഡ് പൊട്ടാറ്റോ, പിന്നെ പനീർ ടിക്ക, പിന്നെ സാലഡ്സ് ഒക്കെ ഒരുപാട് സാലഡ്സ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട് സാലഡ്സ്, വെജിറ്റബിൾ സാലഡ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്നാക്സ് ഉണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്നാക്സ് എന്ന് പറയാൻ സമൂസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വേറെ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഈ മട്ടൺ, ഫിഷ്, അതുപോലെ ചിക്കൻ, അങ്ങനത്തെ കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഡെസേർട്ടായിട്ട് ഉമ്മലി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ജ്യൂസസ്, പിന്നെ അറബിക് ഗഹ്വ ഉണ്ടായിരുന്നു. അതൊരു പക്ക അറബിക് കോഫിയാണ്. അതല്ലാതെ കോഫി ടീ സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെ ക്യാപ്പച്ചിനോ, ലാറ്റെ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസ്, ലബാനൊക്കെ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റൈസ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഏട്ടൻ എനിക്ക് സൂപ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, ലെൻറ്റിൽ സൂപ്പ്. അത് പക്ക പരിപ്പറിയുടെ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മളൊന്നും ഓർഡറിനായിരുന്നില്ല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയാണോ തിരക്ക് കുറവുള്ള കൗണ്ടർ ഉള്ളത് അവിടെ പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ടൊന്ന് കഴിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡെസേർട്ട്, റൈസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മലി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ഡെസേർട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ നല്ല അടിപൊളിയായിട്ട് ഫുഡ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പിന്നെ അങ്ങനെ ഒന്നിലും പ്രത്യേക താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ പറാത്ത, പിന്നെ അതുപോലെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പോയിട്ട് മട്ടൻ ബിരിയാണി, മട്ടൻ കഴിക്കാറില്ല, അതിൻ്റെ റൈസും പിന്നെ ചിക്കൻ ഫ്രൈ, റൈത്ത ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണിയുടെ തൊട്ടിപ്പുറത്തായിട്ട് ലാംബ് ഹൗസി ഉണ്ടായിരുന്നു. അതിൻ്റെ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫ്രൂട്ട് സലാഡും വെജിറ്റബിൾ സാലഡും എല്ലാം എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അറബിക് ഗഹ്വ ഭയങ്കര ഒരു കയ്പ്പ് രസമായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഡേറ്റ്സ് ഒക്കെ കഴിക്കണം എന്നാണ്, പക്ഷേ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോഫി, അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഡെസേർട്ട് കുറച്ചധികം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചൊരു എന്താ പറയുക, വയറ് പൊട്ടാറായി എന്നുള്ള അവസ്ഥയായി. അനിയനൊക്കെ ഇതാ നിർത്തിയിട്ടുണ്ട് അവസാനം. ഏതെങ്കിലും പിന്നെ ആദ്യമേ അത്ര അധികം ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് എംറ്റി ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ എല്ലാം കഴിച്ചിട്ടേ പോകുന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. അവസാനം കുറച്ച് സ്നാക്സും കൂടി എടുത്ത് കഴിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ സമയത്താണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. മുഴുവനൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് എൻട്രൻസിലുള്ളത് മാത്രം. എന്നാലും നല്ല ഹോട്ടലും നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ്. ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ കാറിൽ കയറാൻ പോകുന്ന വഴിക്ക് അവിടെ ഒരു സ്കൂൾ ബസ് നിർത്തിയിട്ട് കണ്ടിട്ട് ഏതെങ്കിലും മാമനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ ബസ്. ഡെയിലി അതിൽ കയറണം എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അനിയനെ അവൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കണം. അപ്പോൾ നമ്മൾ അവനെയൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 5 സ്റ്റാർ ഇഫ്താർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ട് കഴിച്ചോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.